ആ നല്ല സൂപ്പർ സാധനം കേട്ടത്. ഹലോ ഗൈസ്, നമുക്ക് എന്തൊരു കാര്യം ചെയ്താലോ, ഒരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള എഗ് ബുർജി നമുക്ക് ഉണ്ടാക്കിയാലോ. അതിനുവേണ്ടി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് സവാള, തക്കാളി, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, പിന്നെ കുറച്ച് വെളുത്തുള്ളി. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താൽ ആദ്യം തന്നെ നമ്മൾ പാത്രം അടുപ്പത്തേക്ക് വെച്ചു, എണ്ണ ചൂടാക്കി. എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്കും എന്ത് ചെയ്തു, കടുക് ഇട്ട് കൊടുത്തു. കടുക് ഒന്ന് നൈസായിട്ട് പൊട്ടി എല്ലാം സെറ്റായി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ആദ്യം ഇട്ട് കൊടുത്തു. അതിൻ്റെ പുറകെ തന്നെ നമ്മൾ സവാളയും ഇട്ടു. എന്നിട്ട് എന്ത് ചെയ്തു, നല്ലപോലെ അങ്ങോട്ട് വഴറ്റി. നല്ലപോലെ പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, വീണ്ടും വഴറ്റി. അതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് മഞ്ഞൾ പൊടി, കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തു. നമ്മൾ കുറച്ച് എരിവും ആ ഒരു മഞ്ഞൾപ്പൊടിയുടെ ടേസ്റ്റും ഒക്കെ വേണമല്ലോ, അതിനുവേണ്ടി അത് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി അങ്ങോട്ട് ചേർത്ത് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത്, തക്കാളിയൊക്കെ ഒന്ന് നൈസായിട്ട് വെന്തൊന്ന് സോഫ്റ്റ് ആകണം. അതിനുവേണ്ടി കുറച്ച് നേരം നമ്മൾ അടച്ച് വെച്ച് വേവിച്ച്, ഒരു 2 മിനിറ്റ് അടച്ച് വെച്ചാൽ മതി. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ ക്യാരറ്റും പൊട്ടറ്റോയും ഇട്ട് കൊടുത്ത് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തു. ഇതും നമുക്ക് കുറച്ച് നേരം അടച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് സോഫ്റ്റായി കിട്ടും. ഞാൻ അതിൻ്റെ പുറത്തേക്ക് കുറച്ച് ഗരം മസാല കൂടി ചേർത്തിട്ടുണ്ട്, ഒരു ടേസ്റ്റ് ആയിരിക്കും അതിന്. ഞാനിവിടെ 5 മുട്ടയാണ് എടുത്തേക്കണത്. നമ്മൾ അടച്ച് വെച്ച് കുറച്ച് നേരം വേവിച്ചപ്പോഴത്തേക്കും നമ്മുടെ ക്യാരറ്റും പൊട്ടറ്റോവും തക്കാളിയൊക്കെ കൂടി നല്ലപോലെ സോഫ്റ്റായി. നമ്മൾ ചേർത്തിട്ടുള്ള ഗരം മസാലയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ പിടിച്ച് നല്ലപോലെ ആയിട്ടുണ്ടാകും. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നമ്മുടെ 5 മുട്ടയും പൊട്ടിച്ച് അതിൻ്റെ അകത്തേക്ക് ഇട്ടു. ആവശ്യത്തിന് ഉപ്പ് ഇട്ടു, കുരുമുളകും ഇട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്തു, നല്ലപോലെ തീ അങ്ങോട്ട് കൂട്ടി വെക്കുക. ജസ്റ്റ് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. നല്ലപോലെ മിക്സ് ചെയ്ത് ഈ മുട്ടയുടെ ഉള്ളിലുള്ള വെള്ളം പോലത്തെ ആ ഒരു അവസ്ഥയൊക്കെ മാറി നല്ല ഡ്രൈ ആയിട്ട് നല്ല സൂപ്പറായിട്ട് ഇതുപോലെ ഇരിക്കും. കിഡിലൻ സാധനമായിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.